So now let us see what is meant by a finite graph. Definition: a graph is called finite if both v of g and e of g are finite. അതായത് ഒരു ഗ്രാഫ് ഫൈനൈറ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വേർട്ടെക്സ് സെറ്റും എഡ്ജ് സെറ്റും എന്തായിരിക്കണം? ഫൈനൈറ്റ് ആയിരിക്കണം. എന്നാൽ മാത്രമാണ് ആ ഗ്രാഫിനെ നമ്മൾ ഫൈനൈറ്റ് ഗ്രാഫ് എന്ന് പറയുള്ളൂ. A graph that is not finite is called infinite. അപ്പോൾ ഒരു ഇൻഫിനിറ്റ് ഗ്രാഫ് എന്തായിരിക്കും? ഫൈനൈറ്റ് അല്ലാത്ത ഗ്രാഫുകളായിരിക്കും ഇൻഫിനിറ്റ് ഗ്രാഫ്സ്. Unless otherwise stated, all graphs in this text are finite. അപ്പോൾ പ്രത്യേകിച്ച് എടുത്ത് പറയാത്ത കേസുകളിലൊക്കെ ഈ ക്ലാസ്സിലും ഈ ടെക്സ്റ്റിൽ മെൻഷൻ ചെയ്യുന്ന എല്ലാ ഗ്രാഫുകളും ഫൈനൈറ്റ് ഗ്രാഫുകളാണ്. Throughout this book, we denote n of g and m of g, the number of vertices and edges of the graph G respectively. ഇപ്പോൾ n of g എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് വേർട്ടിസസും m of g എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് എഡ്ജസ് ഓഫ് ദിസ് ഗ്രാഫ് ജിനെയാണ് ഇവർ ഡിനോട്ട് ചെയ്യുന്നത്. The number n of g is called the order of g and m of g is the size of g. ഈ n of g എന്ന് പറയുന്ന നമ്പറിനെ നമ്മൾ എന്താ വിളിക്കുക? ഓർഡർ ഓഫ് ജി എന്നാണ് പറയുക. ആക്ച്വലി എൻ ഓഫ് ജി ഡിനോട്ട്സ് ദി നമ്പർ ഓഫ് വേർട്ടിസസ് ആൻഡ് ആ എൻ ഓഫ് ജി എന്ന് പറയുന്ന നമ്പറിനെയാണ് നമ്മൾ ഗ്രാഫിൻ്റെ ഓർഡർ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് കോൾഡ് ദി ഓർഡർ ഓഫ് ജി ആൻഡ് എം ഓഫ് ജി ഇസ് ദി സൈസ് ഓഫ് ജി. ഒരു ഗ്രാഫിൻ്റെ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം ഓഫ് ജി എന്ന് പറയുന്ന നമ്പർ ഡിനോട്ട് ചെയ്യുന്നത്. അതായത് നമ്പർ ഓഫ് എഡ്ജസ് ആണ് is called the size of this graph G and number of vertices is called the order of G. When explicit reference to the graph G is not needed, അതായത് ഗ്രാഫ് ജീനെ നമ്മൾ സ്പെഷ്യലായി എടുത്ത് പറയേണ്ടാത്ത കേസുകൾ, അതായത് ഒരൊറ്റ ഗ്രാഫിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ പിന്നെ ഗ്രാഫ് ജി എന്ന് അവിടെ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ വി ഓഫ് ജി, ഇ ഓഫ് ജി, എൻ ഓഫ് ജി ആൻഡ് എം ഓഫ് ജിക്ക് പകരം സിംപ്ലി വി, ഇ, എൻ ആൻഡ് എം എന്ന് മാത്രമാണ് ഡിനോട്ട് ചെയ്യുള്ളൂ. അതായത് കൺഫ്യൂഷൻ ഇല്ലാതെ ഒരൊറ്റ ഗ്രാഫിൻ്റെ കേസ് മാത്രം പറയുകയാണെങ്കിൽ നമുക്ക് ജി എന്നുള്ള ആ ഒരു ടെർമിനോളജി പ്രത്യേകിച്ച് എടുത്ത് എഴുതേണ്ട ആവശ്യമില്ല. Figure 1.3 is a graph with loops and multiple edges and figure 1.4 represents a simple graph. ഇതാണ് 1.4. അപ്പം ഈ 1.4 സിമ്പിൾ ഗ്രാഫ്സ് ആണ്. കാരണം അതിന് എന്തില്ല? ലൂപ്സും മൾട്ടിപ്പിൾ എഡ്ജസും ഇല്ല. പക്ഷെ 1.3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് നോട്ട് എ സിമ്പിൾ ഗ്രാഫ് ബിക്കോസ് ഇറ്റ് ഹാസ് ഗോട്ട് ലൂപ്സ് ആസ് വെൽ ആസ് മൾട്ടിപ്പിൾ എഡ്ജസ്. ഓക്കെ, the representation of graphs on other surfaces such as a sphere, a torus or a Mobius band could also be considered. അതായത് നമ്മൾ ഗ്രാഫിനെ പ്ലെയിനിൽ മാത്രമല്ല സ്ഫിയറിലും ടോറസിലും മോബിയസ് ബാൻഡിലും എല്ലാം റെപ്രസെൻറ്റേഷൻ ചെയ്യാൻ പറ്റും. ഓഫൺ എ ഡയഗ്രാം ഓഫ് എ ഗ്രാഫ് ഈസ് ഐഡൻറ്റിഫൈഡ് വിത്ത് ദി ഗ്രാഫ് ഇറ്റ്സെൽഫ്. അതായത് ഗ്രാഫിൻ്റെ ഡയഗ്രാം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഗ്രാഫിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. Definition: a graph is said to be labeled if its n vertices are distinguished from one another by labels. So a graph G is said to be labeled if its n vertices are distinguished from one another by labels such as v1, v2, etc. vn. അതായത് നമ്മൾ അതിൻ്റെ വേർട്ടെക്സുകളെ നെയിം ചെയ്യാണ് ഓരോ ലെറ്റേഴ്സ് ആൽഫബറ്റ്സ് യൂസ് ചെയ്തിട്ട് എങ്കിൽ നമ്മൾ ആ ഗ്രാഫിനെ ലേബിൾഡ് ഗ്രാഫ് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ, കൺസിഡർ ദിസ് ഗ്രാഫ്. ഇവിടെ ജി എന്ന് പറയുന്നത് ഒരു ലേബിൾഡ് ഗ്രാഫാണ്. കാരണം അതിൽ വേർട്ടെക്സുകളെ v1, v2, v3, v4 എന്ന് പറഞ്ഞിട്ട് ലേബിൾ ചെയ്തിട്ടുണ്ട്. whereas h is not a labeled graph, that is an unlabeled graph. കാരണം അതിലെ വേർട്ടെക്സുകളെ നമ്മൾ ലേബിൾ ചെയ്തിട്ടില്ല. സോ ഇവിടെ നമുക്ക് ലേബിൾഡ് ആൻഡ് അൺലേബിൾഡ് സിമ്പിൾ ഗ്രാഫ്സ് ഓൺ 3 vertices. ഇത് സിമ്പിൾ ഗ്രാഫ്സ് ആണ്. കാരണം ലൂപ്സും മൾട്ടിപ്പിൾ എഡ്ജസ് ഒന്നും ഇല്ല. ഇവിടെ 3 ലേബിൾഡ് സിമ്പിൾ ഗ്രാഫ്സും ഉണ്ട്, ഒരു അൺലേബിൾഡ് സിമ്പിൾ ഗ്രാഫും ഉണ്ട്. Note that there are 3 different labeled simple graphs on 3 vertices, each having 2 edges, whereas there is only one unlabeled simple graph of the same order and size. അതായത് 3 വെർട്ടെക്സുകൾ നമുക്ക് തന്നു കഴിഞ്ഞാൽ നമുക്ക് 3 ഡിഫറെൻറ്റ് ലേബിൾഡ് ഗ്രാഫ്സ് ഉണ്ടാക്കാം.
കാരണം ഇതിപ്പോൾ ഈ ഗ്രാഫ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ വേർട്ടെക്സസ് മിഡ് പോയിന്റ് വേർട്ടെക്സ് V1, പിന്നെ 2 അറ്റത്തുള്ള വേർട്ടെക്സുകളെ V2 V3 എന്ന് നെയിം ചെയ്തു. ഈ ഗ്രാഫ് എടുത്ത് നോക്കുകയാണെങ്കിൽ മിഡ് പോയിന്റ് വരുന്ന വേർട്ടെക്സ്, മിഡിലുള്ള വേർട്ടെക്സ് V2 ആണ്, ബാക്കി 2 അറ്റത്ത് വരുന്ന ഓപ്പൺ എൻഡ്സിൽ വരുന്നത് V1 V3 ആണ്. ഈ ഗ്രാഫ് നോക്കുകയാണെങ്കിൽ മിഡ് പോയിന്റ് ആയി വരുന്ന വേർട്ടെക്സ് V3 ആണ്, ബാക്കി ഓപ്പൺ വേർട്ടെക്സുകൾ V1 V2 ആണ്. പക്ഷേ ഒരു അൺലേബിൾഡ് ഗ്രാഫ് ഓൺ 3 വേർട്ടിസസ് ആകെ ഒരൊറ്റ ഗ്രാഫിൽ നമുക്ക് വരയ്ക്കാൻ പറ്റുള്ളൂ. 2 edges ആൻഡ് 3 വേർട്ടെക്സുകൾ വരുന്ന ഒരു അൺലേബിൾഡ് ഗ്രാഫ് നമുക്ക് ആകെ ഒരൊറ്റ എണ്ണേ വരയ്ക്കാൻ പറ്റും. പക്ഷേ 3 വേർട്ടെക്സുകളും 2 എഡ്ജസും വരുന്ന ഒരു ലേബിൾഡ് ഗ്രാഫിനെ നമുക്ക് 3 ഡിഫറെൻറ്റ് വേസിൽ വരയ്ക്കാൻ പറ്റും. എന്താണ് ഗ്രാഫ് ഐസോമോർഫിസംസ് എന്ന് നോക്കാം. So isomorphisms of graphs. A graph isomorphism which we now define is a concept similar to isomorphism in algebraic structures. ഇപ്പോൾ നിങ്ങൾ ഓൾജിബ്രയിൽ ഐസോമോർഫിസംസ് പഠിച്ചിട്ടുണ്ട്, അതിനോട് സിമിലർ ആയിട്ടുള്ള കൺസെപ്റ്റ് തന്നെയാണ് ഗ്രാഫ് ഐസോമോർഫിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും. സോ ലെറ്റ് G is equal to V of G, E of G and IG, and H is equal to V of H, E of H, IH be 2 graphs. ഇപ്പോൾ G എന്ന് പറയുന്ന ഒരു ഗ്രാഫ് നമ്മുടെ കയ്യിലുണ്ട്, H എന്ന് പറയുന്ന ഒരു ഗ്രാഫും നമ്മുടെ കയ്യിലുണ്ട്. സോ ഗ്രാഫ് ഐസോമോർഫിസം ഫ്രം G to H റിട്ടേൺ G ഐസോമോർഫിക് ടു H, ഇങ്ങനെയാണ് അതിൻ്റെ നൊട്ടേഷൻ വരുന്നത്. ദാറ്റ് ഈസ് എ പെയർ, അതൊരു പെയർ ഓഫ് ഫങ്ഷൻസ് ആണ് phi, theta, where phi is a function from vertex set of G to vertex set of H, and theta is a function from edge set of G to edge set of H, are bijections with the property that Ig of E is equal to set UV if and only if IH of theta of E equal to phi of U, phi of V. അതായത് ജിയിലെ 2 വേർട്ടെക്സുകൾ അഡ്ജോയിന്റ് ആണ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് കറസ്പോണ്ടിങ് phi of U, phi of V എന്ന് പറയുന്നത് Hലെ ഒരു അഡ്ജസെന്റ് വേർട്ടെക്സുകളായിരിക്കണം. ഓക്കെ, സോ IG of E എന്ന് പറയുന്നത് സെറ്റ് UV ആണ്, അതായത് U and V are adjacent if and only if IH of theta of E equal to phi of U, phi of V. Hലെ phi of U, phi of V എന്ന് പറയുന്ന വേർട്ടെക്സുകൾ adjacent ആകുമ്പോൾ. സോ ഇഫ് phi, theta is a graph isomorphism, അപ്പോൾ ഗ്രാഫ് ഐസോമോർഫിസം ഈസ് ആൻ ഓർഡേർഡ് പെയർ ആണ്, പെയർ ഓഫ് ഫങ്ഷൻസ് ആണ് ഫൈയും തീറ്റയും. ഇതിൽ ഫൈ എന്ന് പറയുന്നത് വേർട്ടെക്സ് സെറ്റ് ഓഫ് ജിയിൽ നിന്ന് വേർട്ടെക്സ് സെറ്റ് ഓഫ് എച്ചിലോട്ടുള്ള ഫംഗ്ഷൻ ആണ്, ആൻഡ് തീറ്റ എന്ന് പറയുന്നത് എഡ്ജ് സെറ്റ് ഓഫ് ജിയിൽ നിന്ന് എഡ്ജ് സെറ്റ് ഓഫ് എച്ചിലോട്ടുള്ള ഫംഗ്ഷൻ ആണ്. The pair of inverse mappings phi inverse E inverse is also a graph isomorphism. അതായത് ഈ ഫൈൻ്റെയും തീറ്റയുടെയും ഇൻവേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ പെയർ എടുത്തു കഴിഞ്ഞാൽ ഫൈ ഇൻവേഴ്സ് തീറ്റ ഇൻവേഴ്സ് എന്ന് പറയുന്നതും ഒരു ഗ്രാഫ് ഐസോമോർഫിസം ആയിരിക്കും. നോട്ട് ദാറ്റ് ദി ബൈജെക്ഷൻ ഫൈ സാറ്റിസ്ഫൈസ് ദി കണ്ടീഷൻ U and the bijection phi satisfies the condition that U and V are n vertices of an edge E of G if and only if phi of U and phi of V are end vertices of the edge theta of E in H. Okay, so ഈ condition satisfy ചെയ്യണം ഫൈയും തീറ്റയും. ഇനി എന്താണ് സിമ്പിൾ ഗ്രാഫ്സ് ആൻഡ് simple graphs and isomorphisms എന്താണെന്ന് നോക്കാം. So if graphs G and H are simple, രണ്ട് simple graphs ആണ് Gയും Hഉം, a bijection phi from vertex set of G to vertex set of H such that U and V are adjacent in G. അപ്പോൾ phi is a bijection from V of G to V of H ആണ്, such that U and V എന്ന് പറയുന്ന 2 വേർട്ടെക്സുകൾ ജിയിലെ adjacent ആണ് if and only if phi of U and phi of V are adjacent in H, induces a bijection theta from E of G to E of H satisfying the condition Ig of E equal to set U V if and only if IH of theta of E equal to set phi of U, phi of V. സാധാ ഗ്രാഫ് ഐസോമോർഫിസം തന്നെ ഇവിടെ നമ്മുടെ കയ്യിലുള്ള ഗ്രാഫ്സ് സിമ്പിൾ ഗ്രാഫ്സ് ആണെന്നാണ് സ്പെഷ്യാലിറ്റി വരുന്നത്.
Hence, phi itself is referred to as an isomorphism in the case of simple graphs G and H. Thus, if G and H are simple graphs, an isomorphism from G to H is a bijection phi from V of G to V of H. അപ്പോൾ നമുക്ക് സിമ്പിൾ ഗ്രാഫ്സ് പറയുന്ന കേസിൽ സിമ്പിൾ ഗ്രാഫ്സിൻ്റെ ഐസോമോർഫിസംസ് പറയുന്ന കേസിൽ നമുക്ക് ഒരു ബൈജെക്ഷൻ ഫൈ ഫ്രം വി ഓഫ് ജി ടു വി ഓഫ് എച്ച് ഉണ്ടാവും സച്ച് ദാറ്റ് യു ആൻഡ് വി ആർ അഡ്ജസെൻറ്റ് ഇൻ ജി. ജിയിലുള്ള രണ്ട് വെർട്ടെക്സുകളാണ് യു ആൻഡ് വി, അവർ അഡ്ജസെൻ്റ് ആണ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് corresponding phi of u and phi of v are adjacent in H. Okay. Figure 1.7 exhibits two isomorphic graphs P and H where P is the Peterson graph. So figure 1.7 നോക്കാം. ഇവിടെ നമുക്ക് രണ്ട് ഗ്രാഫ്സ് ഉണ്ട്. ഇതിൽ ഫസ്റ്റ് ഗ്രാഫ് is the Peterson graph and that graph is isomorphic to this graph. Exercise. Let G and H be simple graphs and let phi from vertex set of G to vertex set of H be a bijection such that UV belongs to edge set of G implies that phi of U into phi of V belongs to edge set of H. അതായത് ജിയും എച്ചും സിമ്പിൾ ഗ്രാഫ്സ് ആണ്. ഫൈ എന്ന് പറയുന്നത് ഒരു ഫങ്ഷനാണ് ഫ്രം വേർട്ടെക്സ് സെറ്റ് ഓഫ് ജി ടു വേർട്ടെക്സ് സെറ്റ് ഓഫ് എച്ച്. അതൊരു ബൈജക്ഷൻ ആണ്. ആ ഫൈൻ്റെ പ്രോപ്പർട്ടി എന്താണ്? യു വി എന്ന് പറയുന്നത് ജിയിലൊരു എഡ്ജാണ്. ഇംപ്ലൈസ് ദാറ്റ് ഫൈ ഓഫ് യു ഫൈ ഓഫ് വി എന്ന് പറയുന്നത് എവിടെ എച്ചിലെ ഒരു എഡ്ജായിരിക്കണം. അപ്പോൾ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ബൈജക്ഷൻ ആണ് ഫൈ. സോ ഷോ ബൈ മീൻസ് ഓഫ് എൻ എക്സാമ്പിൾ ദാറ്റ് ഫൈ നീഡ് നോട്ട് ബി എൻ ഐസോമോർഫിസം ഫ്രം ജി ടു എച്ച്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഈ ഫൈ ഒരു ഐസോമോർഫിസം ആവണം എന്നില്ല എന്നുള്ളതിന് എക്സാമ്പിൾ കാണിക്കാം. അത് നിങ്ങൾ ഹോംവർക്കായി ട്രൈ ചെയ്ത് നോക്കൂ. Definition. A simple graph G is said to be complete if every pair of distinct vertices of G are adjacent in G. അപ്പോൾ ഒരു ഗ്രാഫിനെ നമ്മൾ കംപ്ലീറ്റ് ആണ് നമ്മൾ പറയാം. അതിലെ ഏതൊരു പെയർ ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് വെർട്ടിസസ് എടുത്തു കഴിഞ്ഞാലും ആ വേർട്ടെക്സുകൾ എന്തായിരിക്കണം? അഡ്ജസെൻ്റ് ആയിരിക്കണം. അപ്പോൾ ഏത് പെയർ ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് വെർട്ടിസസ് എടുത്തു കഴിഞ്ഞാലും അവർ അഡ്ജസെൻ്റ് ആണെങ്കിൽ ആ ഗ്രാഫിനെ നമ്മൾ ഗ്രാഫിനെ നമ്മൾ കംപ്ലീറ്റ് ഗ്രാഫ് എന്നാണ് വിളിക്കുക. അപ്പോൾ ഫസ്റ്റ് കംപ്ലീറ്റ് ഗ്രാഫ് ആവാൻ ഫംഗ്ഷൻ എന്തായിരിക്കണം? ആ ഗ്രാഫ് എന്തായിരിക്കണം? ആദ്യം സിമ്പിൾ ഗ്രാഫ് ആയിരിക്കണം. ഒരു സിമ്പിൾ ഗ്രാഫിനെയാണ് നമ്മൾ കംപ്ലീറ്റ് ഗ്രാഫ് എന്ന് പറയുന്നത്. കംപ്ലീറ്റ് ആവാനുള്ള കണ്ടീഷൻ ഏതൊരു പെയർ ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് വെർട്ടിസസ് എടുത്തു കഴിഞ്ഞാലും അവർ അഡ്ജസെൻ്റ് ആയിരിക്കണം. Any two complete graphs each on a set of n vertices are isomorphic. അപ്പോൾ ഒരു n വെർട്ടെക്സുകൾ നിങ്ങളുടെ കയ്യിലുണ്ട്. സോ ആ n വെർട്ടെക്സുകളിലുള്ള ഏത് രണ്ട് കംപ്ലീറ്റ് ഗ്രാഫ്സ് എടുത്തു കഴിഞ്ഞാലും അവർ ഐസോമോർഫിക് ആയിരിക്കും. ആൻഡ് ഈച്ച് സച്ച് ഗ്രാഫ് ഈസ് ഡിനോട്ടഡ് ബൈ kn. അപ്പോൾ kn എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഡിനോട്ട്സ് ദി കംപ്ലീറ്റ് ഗ്രാഫ് ഓൺ ദി സെറ്റ് ഓഫ് n വെർട്ടിസസ്. അതാണ് ഈ ഫിഗറിൽ കാണിക്കുന്നത്. This is K1, that is a complete graph on one vertex. K2 is the complete graph on two vertices. K3 is the complete graph on three vertices. ഇവിടെ ഉണ്ടോ ഏത് പെയർ ഓഫ് വെർട്ടിക്സുകൾ എടുത്തു കഴിഞ്ഞാലും അവർ അഡ്ജസെൻ്റ് ആണ്. നെക്സ്റ്റ് ഈസ് K4. K4 ഈസ് എ കംപ്ലീറ്റ് ഗ്രാഫ് ഓൺ ഫോർ വെർട്ടിസസ്. ഇവിടെ നിങ്ങൾക്ക് 4 വെർട്ടെക്സുകളുണ്ട്. ഇതിൽ ഏത് പെയർ ഓഫ് വെർട്ടെക്സുകൾ എടുത്തു കഴിഞ്ഞാലും ഏത് രണ്ട് വെർട്ടെക്സുകൾ എടുത്തു കഴിഞ്ഞാലും അവർ അഡ്ജസെൻ്റ് ആണ്. And this is K5, that is a complete graph on 5 vertices. A totally disconnected graph on 5 vertices ആണിത്. കാരണം ഇവിടെ നമുക്കൊരു എഡ്ജസും വരുന്നില്ല, വെർട്ടെക്സുകൾ മാത്രമാണ്. ഇവിടെ നമ്മുടെ എഡ്ജ് സെറ്റ് എംപ്റ്റി ആണ്. A simple graph with n vertices can have at most nc2. അപ്പോൾ n വെർട്ടിസസിലുള്ള ഒരു സിമ്പിൾ ഗ്രാഫ് എടുത്തു കഴിഞ്ഞാൽ അതിന് മാക്സിമം nc2 എഡ്ജസേ ഉണ്ടാവാൻ പറ്റുള്ളൂ. nc2 പറഞ്ഞാൽ n into n-1/2 ആണ്. അപ്പോൾ kn has the maximum number of edges among all simple graphs with n vertices. അല്ലേ? kn ഒരു കംപ്ലീറ്റ് ഗ്രാഫ് ആയത് കാരണം തന്നെ അതിനായിരിക്കും മാക്സിമം നമ്പർ ഓഫ് എഡ്ജസ് ഉണ്ടാവുക among all simple graphs with n vertices. So on the other extreme, a graph may possess no edge at all. ഒരു എഡ്ജ് പോലും ഇല്ലാത്ത ഗ്രാഫുകളും ഉണ്ടായിരിക്കാം.
അത്തരത്തിലുള്ള ഗ്രാഫിനെയാണ് നമ്മൾ ടോട്ടലി ഡിസ്കണക്റ്റഡ് ഗ്രാഫ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ എക്സാമ്പിൾ നമ്മൾ കണ്ടു ടോട്ടലി ഡിസ്കണക്റ്റഡ് ഗ്രാഫ്. Thus, for a simple graph G with n vertices, we have 0 less than or equal to m of G less than or equal to n into n minus 1 by 2. ഇപ്പോൾ ഒരു സിമ്പിൾ ഗ്രാഫ് എടുത്തു കഴിഞ്ഞാൽ അതിലെ നമ്പർ ഓഫ് എഡ്ജസ് എപ്പോഴും ബിറ്റ്വീൻ 0 ആൻഡ് NC2 ആയിരിക്കും. Okay, that's all for today's class. Thank you and have a nice day.